അപ്പോൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് രാത്രി ഒരുമിച്ച് ഒരു പന്തലിലിരുന്ന് ഫുട്ബോൾ സ്പെയിനും അർജൻറ്റീനയും തമ്മിലുള്ള മത്സരം നമുക്ക് കാണാം. അർജൻറ്റീന രക്ഷപ്പെടണമെന്നാണ് പൊതുവേ ഉള്ള ഒരു 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 സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. എന്തായിരുന്നാലും മത്സരമാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നമുക്കതിനെ കാണാം. രാത്രി അങ്ങനെ എന്ന് പറഞ്ഞാൽ അർജന്റീന ജയിക്കുക എന്നുള്ളതാണ് പൊതുവെ കാണുന്നത്. ഇന്നിപ്പോ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുക്കെയുള്ള ഒരു ആഘോഷമായി മാറിയ ഒരു കാലഘട്ടമായിരുന്നു. നാളെ സർക്കാർ വിദ്യാലയങ്ങൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോള് അല്ലാതെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രാധാന്യം കാണുന്ന ഒരു കാലഘട്ടമായി. ഇവിടെ ഇപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും കളി കാണാൻ സാധിക്കും. ഏതാണ്ട് എല്ലാവരും ടെലിവിഷനിൽ വീട്ടിലിരുന്ന് കളി കാണാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ മുഴുവൻ ആളുകളും കളി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് കളി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ ആയഞ്ചേരി ടൗണിൽ തന്നെ വിശാലമായ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വലിയ സ്ക്രീനുണ്ട്, മറ്റ് സംവിധാനങ്ങളും ഇരുന്ന് കളി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാത്രി 12 മണിക്ക് ശേഷമാണ് കളി ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ആഘോഷവും ഒരുക്കവും ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കളിയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെ കളി ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ മത്സരം കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു കൂട്ടായി കാണാൻ, ഒരുമിച്ച് കാണാൻ, ഒന്നായിരുന്ന് ആഘോഷിക്കാൻ അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കിയതാണ്. എല്ലാവരും ഞാനെന്തായാലും രാത്രി ഉണ്ടാവും, നിങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗാനമേള ചെറിയ പാട്ടും ഇതൊക്കെയായി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. 9 മണി മുതലാണ് ഈ ഗാനമേള എന്ന് പറയാൻ അങ്ങനെ വലിയൊരു ആരവമൊന്നുമില്ല. നമ്മൾ കൂടിയിരിക്കുമ്പോഴുള്ള ഒരു ചെറിയ കാര്യം എന്നുള്ള നിലയിൽ ഒരു ആസ്വാദനത്തിന് വേണ്ടി ഒരു 9-9:30 മണി മുതൽ ഗാനമേള ഉണ്ടാകും. അപ്പം